TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അതിൽ 3 പേർക്ക് റെമിഷൻ കൊടുക്കാൻ അവരെ വിട്ടയക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ജയിൽ സൂപ്രണ്ട്. TP കേസിലെ പ്രതികൾ ഇപ്പം ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അപ്പീൽ കേസിൽ വിധി പറഞ്ഞത് ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി. അതുപോലെ തന്നെ 20 വർഷം നിർബന്ധമായിട്ടും തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും ഒരു വിധത്തിലും വിട്ടയക്കൽ റെമിഷൻസ് പാടില്ല എന്നുള്ളത് കോടതിയുടെ വളരെ കൃത്യമായ വിധിയാണ്. പക്ഷേ ആ വിധി പോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം സർക്കാരും ജയിൽ അധികാരികളും എടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്, ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ്. എന്തടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഇത്തരത്തിലൊരു വിധിയുണ്ടായിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തീർച്ചയായിട്ടും സംശയാസ്പദമാണ്. ജയിൽ അധികാരികൾ അല്ലെ സൂപ്രണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇടുമ്പോൾ അതിൽ TP കേസിലെ 3 പ്രതികളാണ്. അതിൽ TK രജീഷ്, അണ്ണൻ സുജിത്ത്, മുഹമ്മദ് ഷാഫി, ഈ 3 പ്രതികളെയാണ് ഇപ്പോൾ വിട്ടയക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയൊരു ലിസ്റ്റ് പോലീസ് അധികാരികൾ ഇടുമ്പോൾ അതിന് ആഭ്യന്തര വകുപ്പിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അറിവില്ലാതെ ഇത്തരത്തിലൊരു ലിസ്റ്റ് ഇടാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് വലിയ ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇവരെ വിട്ടയക്കാൻ. ഇപ്പോൾ 3 പേരെ വിട്ടയക്കും, ഭാവിയിൽ കുറച്ച് കഴിഞ്ഞ് ബാക്കി ആളുകളെ വിട്ടയക്കും. ആ നീക്കത്തിലേക്കാണ് സർക്കാർ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.